നമസ്കാരം. ഞാൻ ബിനോജ് സി, പ്രിവെന്റീവ് സെർവിലേജ് എക്സൈസ് ഡിവിഷൻ തൃശ്ശൂരിൽ നിന്നാണ്. സർവീസ് പ്ലസ് എന്ന വെബ് പോർട്ടലിനെ കുറിച്ചാണ് ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. എന്താണ് സർവീസ് പ്ലസ്? നമ്മുടെ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ സേവനങ്ങൾ, അതായത് 21ഓളം സേവനങ്ങൾ ഇപ്പോൾ നൽകി വരുന്നത് സർവീസ് പ്ലസ് എന്ന ഈ വെബ് പോർട്ടലിലൂടെയാണ്. ഈ വെബ് പോർട്ടൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള IT വിഭാഗത്തിന്റെ നേരെ അവരുടെ കീഴിൽ വരുന്ന NIC, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ഇത് ഡെവലപ്പ് ചെയ്യാൻ കാരണം NEGP ആണ്, ദാറ്റ് ഈസ് നാഷണൽ ഗവേണൻസ് പ്ലാൻ. ഈ നാഷണൽ ഗവേണൻസ് പ്ലാന്റെ ഫലമായാണ് ഇതുപോലുള്ള വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം തന്നെ സിറ്റിസൻസ്, അതായത് സാധാരണ ജനങ്ങൾക്ക് അവരുടെ വീട്ടിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കോമൺ സർവീസ് ഡെലിവറി ഔട്ട്ലെറ്റ്സ്, അക്ഷയ കേന്ദ്രങ്ങൾ പോലെയുള്ള സ്ഥാപനങ്ങൾ വഴിയോ സർവീസുകളെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ, അതായത് സുതാര്യവും അല്ലെങ്കിൽ വിശ്വാസ്യതയോടും കൂടിയ കാര്യക്ഷമവുമായ ഈ സർവീസുകളെ വളരെ ചുരുങ്ങിയ ചെലവിൽ അവരുടെ കയ്യിലേക്ക് എത്തുവാൻ വേണ്ടി, അതായത് നേരിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള സൈറ്റുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വെബ്സൈറ്റാണ് അല്ലെങ്കിൽ വെബ് പോർട്ടലാണ് സർവീസ് പ്ലസ് എന്നുള്ളത്. ഈ സർവീസ് പ്ലസ് 29ഓളം സ്റ്റേറ്റുകളിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് നമുക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി അതിൽ കോൺഫിഗർ ചെയ്തെടുക്കുന്നതിനുള്ള കുറച്ച് കോസ്റ്റാണ് അവർ അതിനുവേണ്ടി ഈടാക്കുന്നത്. 29ഓളം സ്റ്റേറ്റിൽ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റിലെ മറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും ഈ സർവീസ് പ്ലസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമായി പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റ് സിറ്റിസന് ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും, അത് ആക്സസ് ചെയ്യാനും എളുപ്പമായിരിക്കും. നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇതുപോലെ തന്നെ നമ്മുടെ 21 സർവീസുകൾ ഈ സർവീസ് പ്ലസ് എന്ന ഈ വെബ് പോർട്ടലിലൂടെയാണ് നൽകി വരുന്നത്. അപ്പോൾ ഈ സർവീസ് പ്ലസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇതിനകത്ത് കൊടുക്കുന്ന സർവീസുകൾ 4 വിധത്തിലുള്ള സർവീസുകളാണ്. ഒന്ന് G2C, ദാറ്റ് ഈസ് ഗവൺമെന്റ് ടു സിറ്റിസൺ. മറ്റൊന്ന് G2G, ഗവൺമെന്റ് ടു ഗവൺമെന്റ്. G2B, ഗവൺമെന്റ് ടു ബിസിനസ്. ആൻഡ് G2E, ഗവൺമെന്റ് ടു എംപ്ലോയി. ഈ വിധത്തിലുള്ള 4 സർവീസുകളാണ് ഈ സർവീസ് പ്ലസിനകത്ത് നാം കൊടുത്തു വരുന്നത്, സർവീസ് പ്ലസ് എന്ന വെബ് പോർട്ടലിലൂടെ നൽകി വരുന്നത്. ഇതിൽ കൂടുതലായും G2C തന്നെയാണ്, ഗവൺമെന്റ് ടു സിറ്റിസൺ ആണ്. സിറ്റിസൺ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് ഒരു ലോഗിൻ ID ഉപയോഗിച്ച് ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നു. ആ ലോഗിൻ ID ആ യൂസറിനകത്ത് നിന്ന് സർവീസുകൾ അപ്ലൈ ചെയ്യുന്നു. ഈ ലോഗിൻ ID ലഭിക്കണമെങ്കിൽ സിറ്റിസന് ആദ്യം രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഈ രജിസ്ട്രേഷന് വേണ്ടി ഒരു ഇമെയിൽ ID, ഒരു മൊബൈൽ നമ്പർ, അത് കമ്പൽസറി ആയിട്ടും ആവശ്യമാണ്. ഇത് അവർക്ക് മസ്റ്റാണ്. ഈ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും വെച്ചുകൊണ്ട് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമെയിൽ ID തന്നെയാണ് ഇവിടെ ലോഗിനായിട്ട് എൻ്റർ ചെയ്യേണ്ടത്. ഇതിനൊരു പാസ്വേഡ്, നമ്മൾ കൊടുക്കുന്ന പാസ്വേഡും ആ ലോഗിൻ IDയും ഉപയോഗിച്ചാണ് ഒരു സിറ്റിസൺ ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം അറിയേണ്ടത്, ഇതിൽ ഈ വെബ് പോർട്ടലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് നാഷണൽ വൈഡായിട്ട് ഉള്ള ഒരു വെബ് പോർട്ടൽ, അത് ഗ്ലോബലായിട്ട് കിട്ടുന്ന ഒരു വെബ് പോർട്ടൽ serviceonline.gov.in, serviceonline.gov.in എന്നുള്ള ഈ വെബ് പോർട്ടലാണ് മെയിൻ ആയിട്ടുള്ള വെബ് പോർട്ടൽ, സർവീസ് പ്ലസിന്റെ വെബ് പോർട്ടൽ. ഇതിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളോ അവരുടേതായ രീതിയിൽ കോൺഫിഗർ ചെയ്തെടുക്കുന്ന
മറ്റ് പോർട്ടലുകൾ, സർവീസ് പ്ലസിൻ്റെ തന്നെ മറ്റ് പോർട്ടലുകൾ, അതുപോലത്തെ ഒരു വെബ് പോർട്ടൽ നമുക്കുമുണ്ട്, നമ്മുടെ കേരള എക്സൈസിനുമുണ്ട്. അത് നമ്മുടെ സൈറ്റിനകത്ത്, ദാറ്റ് ഇസ് കേരള എക്സൈസിൻ്റെ excise.kerala.gov.in അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വെബ് പോർട്ടലിനെ, ദാറ്റ് ഇസ് ഈ കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്ന വെബ് പോർട്ടലിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയേണ്ടത് നമ്മുടെ വെബ് പോർട്ടല്, ദാറ്റ് ഈസ് സർവീസ് പ്ലസിൻ്റെ വെബ് പോർട്ടല്, മെയിനായിട്ടുള്ള വെബ് പോർട്ടൽ വരുന്നത് serviceonline.gov.in ആണ്. അതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ട് ആക്സസ് ചെയ്യുന്ന ആ വെബ് പോർട്ടല് serviceonline.gov.in ആണ്. അതിനകത്തും നമുക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ഇതേ രജിസ്ട്രേഷൻ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ കോൺഫിഗർ ചെയ്ത ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും കോൺഫിഗർ ചെയ്ത, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റുകളും കോൺഫിഗർ ചെയ്ത ആ യൂസറിലും എൻ്റർ ചെയ്യാം. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. അതായത് കേരള എക്സൈസിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, excise.kerala.gov.in ആണ്. ഈ കേരള എക്സൈസിൻ്റെ സൈറ്റിലൂടെ തന്നെ നമ്മുടെ സർവീസുകൾ ആക്സസ് ചെയ്യുന്ന സർവീസ് പ്ലസിലേക്ക് ഒരു ലിങ്ക് ഉണ്ട്. ഇപ്പോൾ കേരള എക്സൈസിൻ്റെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ സർവീസ് പ്ലസ് എന്നുള്ള ഒരു പോർഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, services.keralaexcise.gov.in എന്ന സൈറ്റിലേക്ക് പ്രവേശിക്കും. അപ്പം അറിയേണ്ടത്, ഒന്നുകിൽ കേരള എക്സൈസിൻ്റെ സൈറ്റ് വഴി ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ services.keralaexcise.gov.in എന്നുള്ള URL വെബ് അഡ്രസ്സിൽ നേരിട്ട് കൊടുത്തുകൊണ്ട് ഈ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാം. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫീസർ യൂസർ ആണെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ്, വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസിനെ മുഴുവൻ ഔദ്യോഗികമായി എന്താണ് ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്ക് ആ ഓപ്ഷൻസ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് കോമൺ ആയിട്ട് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതെല്ലാം കമ്പ്യൂട്ടറിലൂടെ നേരിട്ട് തന്നെ ആ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. ഈ പറയുന്ന വിധത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് നേരിട്ട് ചെയ്യുമ്പോഴുണ്ടാവില്ല. ഓരോ കാര്യങ്ങളും അതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. അപ്പോൾ ഒരു ഇൻട്രഡക്ഷൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. ഇതിൽ സിറ്റിസൻ്റെ യൂസേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓഫീസേഴ്സ് യൂസേഴ്സും ധാരാളമുണ്ട്. ഈ ഓഫീസേഴ്സ് യൂസേഴ്സിനെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ആക്കി മാറ്റുക എന്നാണ് എൻ്റെ ഇവിടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഇനി കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ കണ്ടുകൊണ്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു. ഇതിൽ രണ്ട് വെബ് ബ്രൗസർ, ഒന്ന് ഗൂഗിൾ ക്രോമും മോസില്ല ഫയർഫോക്സ്. മോസില്ല ഫയർഫോക്സിൽ നമുക്ക് ഇത് തുടങ്ങാം. നമ്മുടെ ബ്രൗസറിൽ google.com എടുക്കുക. google.com നമുക്ക് ആവശ്യമുള്ള വെബ് പോർട്ടലിൻ്റെ പേര് സർവീസ് പ്ലസ് എന്നാണ്. അപ്പോൾ സർവീസ് പ്ലസ് എന്ന് അടിച്ചുകൊണ്ട് ഫൈൻഡ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു serviceonline.gov.in. ഇതാണ് നമ്മുടെ മെയിൻ സർവീസ് പ്ലസ് എന്നുള്ള സൈറ്റ് അല്ലെങ്കിൽ വെബ് പോർട്ടൽ. അത് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള NIC ഡെവലപ്പ് ചെയ്ത സർവീസ് പ്ലസിൻ്റെ ഓൺലൈൻ വെബ് പോർട്ടൽ അതാണ് ഈ കാണുന്നത്. അതിൽ നാഷണൽ കൗണ്ട് കണ്ടോ, സ്റ്റേറ്റ്സ് അഡോപ്റ്റഡ് 29 സ്റ്റേറ്റ്സ് ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഡീറ്റെയിൽസിലാണ് എത്ര ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തു അല്ലെങ്കിൽ ഡെലിവർ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കിവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് G2C അല്ലെങ്കിൽ G2G, G2B, G2E അതെല്ലാം ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് മുകൾ ഭാഗത്ത് സെലക്ട് സ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ സെലക്ട് സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതെല്ലാം സ്റ്റേറ്റിലാണ് ഈ സർവീസ് പ്ലസ് യൂസ് ചെയ്യുന്നത് അതെല്ലാം ഇവിടെ കിട്ടും. 29 സ്റ്റേറ്റ് ഉണ്ടാവും. അതിലിപ്പോൾ കേരള എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് നിന്ന് ലഭിക്കും.
ഈ കാണുന്നത് കേരളത്തിൽ കണ്ടോ 48 സർവീസസ് ലോഞ്ച്ഡ് ആണ്. അതുപോലെ ആപ്ലിക്കേഷൻ റിസീവ്ഡ്, അല്ലെങ്കിൽ അത് എത്ര ഡെലിവേർഡ് ആയിട്ടുണ്ട്, പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്ക് ശരിക്ക് ഈ സർവീസ് പ്ലസ് അല്ല യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ എക്സൈസിൻ്റെ സൈറ്റിൽ വരുന്ന സർവീസ് പ്ലസ് ആണ്. അതുകൂടെ മനസ്സിലാക്കണം. പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ സൈറ്റിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ലോഗിൻ എന്ന് കാണാം. ഈ ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നമ്മുടെ യൂസർ ലോഗിൻ ID പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ യൂസറിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. എങ്കിലും അത് ചെയ്യേണ്ട. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ എക്സൈസിൻ്റെ സൈറ്റിൽ നിന്നുകൊണ്ട് അതിൻ്റെ URL ആണ് നമുക്ക് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി നമുക്ക് ഇത് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞു തന്നത്. ഇത് എല്ലാ സ്റ്റേറ്റിലേക്കുള്ള, അതായത് മെയിൻ ആയിട്ടുള്ള സർവീസ് പ്ലസിൻ്റെ വെബ് പോർട്ടൽ ഇതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് നമ്മുടെ കേരള എക്സൈസിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം. കേരള എക്സൈസിൻ്റെ വെബ്സൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. excise.kerala.gov.in എന്നാണ് URL. excise.kerala.gov.in. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എക്സൈസിൻ്റെ തന്നെ IT വിഭാഗമാണ്. താഴെ കാണാം, കേരള സ്റ്റേറ്റ് എക്സൈസിൻ്റെ IT വിഭാഗം ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും IT വിഭാഗം തന്നെയാണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് സർവീസ് പ്ലസിനെ കുറിച്ചായതുകൊണ്ട് നേരിട്ട് തന്നെ സർവീസ് പ്ലസിലേക്ക് പോകാം. ഇവിടെ നോക്കൂ, നേരിട്ട് ഇവിടെ കാണാം സർവീസ് പ്ലസ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. അതായത് ഈ കാണുന്ന ഐക്കൺ സർവീസ് പ്ലസ് ആണ്. ഈ സർവീസ് പ്ലസിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ സർവീസസിലെ ഈ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ സർവീസ് പ്ലസ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ നേരിട്ട് ആ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർവീസ് പ്ലസിലേക്ക് പോകും. നോക്കിക്കോളൂ, ഈ കാണുന്നതാണ് നമ്മുടെ സർവീസ് പ്ലസ് എന്ന വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിലൂടെയാണ് എക്സൈസിൻ്റെ 21 സർവീസുകൾ നൽകി വരുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഈ മുകൾ ഭാഗത്ത് കാണുന്ന അഡ്രസ് ബാറിൽ കാണുന്ന services.kerala.excise.gov.in അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എക്സൈസിൻ്റെ excise.kerala.gov.in എന്നുള്ള URL അറിഞ്ഞിരുന്നാൽ മതി. ഏതെങ്കിലും ഒന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എക്സൈസിൻ്റെ സൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നേരിട്ട് തന്നെ services.kerala.excise.gov.in എന്ന് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഈ സൈറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ കാണാം, ഈ ഇടതുഭാഗത്ത് ലോഞ്ച്ഡ് സർവീസസ് എന്ന് കാണാം. ഈ കാണുന്നതാണ് 21 ലോഞ്ച്ഡ് സർവീസുകൾ ഇവിടെ കാണാം. FL11, FL3 അതിൻ്റെ അപ്ലിക്കേഷൻസ്, ന്യൂ അപ്ലിക്കേഷൻസ് ഇതിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിന്യൂവലായിട്ട് FL11, FL3, അതുപോലെ ലൈസൻസ് ഫോർ സെർവിങ് ലിക്വർ ഇൻ സ്പെഷ്യൽ ഒക്കേഷൻ FL6, ND3, അങ്ങനെ FL4A, ഇതെല്ലാം വിവിധ തരത്തിലുള്ള സർവീസുകളാണ്. ഈ സർവീസുകളെല്ലാം എക്സൈസ് എന്ത് ചെയ്യുന്നു, നമുക്ക് നൽകി വരുന്നുണ്ട്. ഇനി അറിയേണ്ടത്, ഇത് എക്സൈസ് നൽകുന്ന ഈ സർവീസുകൾ മറ്റുള്ളവർക്ക് അതിനകത്ത് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് അറ്റാച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ അതും ഈ സൈറ്റിലെ ആദ്യത്തെ സ്ക്രീനിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ലോഞ്ച് സർവീസിൽ കാണുന്ന ഇതെല്ലാം ഡിഫറെൻറ്റ് ലിങ്കുകളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ FL3 റിന്യൂവൽ അപേക്ഷ ഒരു സിറ്റിസന് കൊടുക്കണമെങ്കിൽ അതിനകത്ത് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ്, എന്തെല്ലാം എൻക്ലോഷേഴ്സ് അതിൽ കമ്പൽസറി ആയിട്ട് കൊടുക്കണം എന്ന് അറിയണമെങ്കിൽ ഇവിടെ ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, ഈ കാണുന്ന എൻക്ലോഷേഴ്സ് മാൻഡേറ്ററി, അതിൽ യെസ് കാണുന്ന എല്ലാ എൻക്ലോഷേഴ്സും അവർ മാൻഡേറ്ററി ആയിട്ടും കൊടുത്തിരിക്കണം. ഇവിടെ അബ്കാരി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ലൈസൻസ്, കോർട്ട് ഓർഡർ, കോർട്ട് എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ അത്, EPF സർട്ടിഫിക്കറ്റ്,
സ്റ്റാർ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം മാൻഡേറ്ററി ആണ്. അത് അതിനകത്ത് കൊടുത്തിരിക്കണം, എങ്കിലേ ലൈസൻസ് റിന്യൂവൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഓരോന്നിനും ന്യൂ അപ്ലിക്കേഷനാണ്. ഫ്രഷ് ലൈസൻസ് FL3 ആണെങ്കിലോ അത് വ്യത്യാസം ഉണ്ടായിരിക്കും. അതനുസരിച്ച് ഓരോ കാര്യങ്ങളും പാൻ കാർഡോ വോട്ടേഴ്സ് ID അല്ലെങ്കിൽ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും നോട്ടറൈസ്ഡ് അഫിഡവിറ്റ്സ് വേണം. ഈ കാര്യങ്ങളെല്ലാം 21 കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ നോ ഉള്ളത് അത് കമ്പൽസറി, അത് മാൻഡേറ്ററി അല്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ ആവശ്യാനുസരണം നമുക്കത് ക്ലിക്ക് ചെയ്ത് അതിൽ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് അതിൽ അറ്റാച്ച് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അറിയേണ്ടത് ഇവിടെ വലതുഭാഗത്ത് കാണുന്ന ഈ ഓപ്ഷൻസ് ആണ്. ഇതിൽ സിറ്റിസൺ സെക്ഷൻ എന്ന് പറഞ്ഞ ഈ ഭാഗം കാണാം. ഇത് സിറ്റിസൺ സെക്ഷനിൽ സിറ്റിസനായിട്ട് ലോഗിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു G2C എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ടു സിറ്റിസൺ ആണ്. ഈ സിറ്റിസൺ ആയിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഏറ്റവും ആദ്യം കാണുന്നത്. പക്ഷേ സിറ്റിസനായിട്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ സിറ്റിസന് യൂസർ ID ആൻഡ് പാസ്വേഡ് വേണം. അത് യൂസർ ID ആൻഡ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നേരെ താഴെ കാണുന്ന ഈ ഓപ്ഷൻ വെച്ചുകൊണ്ടാണ് സിറ്റിസൺ രജിസ്ട്രേഷൻ. ഈ സിറ്റിസൺ രജിസ്ട്രേഷൻ വെച്ചുകൊണ്ട് സിറ്റിസൺ ലോഗിൻ ID ആൻഡ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. സിറ്റിസൺ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്താൽ ആദ്യം ഫുൾ നെയിം ചോദിക്കും, സിറ്റിസൻ്റെ നെയിം കൊടുക്കുന്നു. ഇമെയിൽ ID പറഞ്ഞാൽ ഓൾറെഡി ഉള്ള, ഇപ്പോൾ ജിമെയിലിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ജിമെയിൽ ID ആണ് ഇവിടെ കൊടുക്കേണ്ടത്. മൊബൈൽ നമ്പർ, അതുപോലെ ഒരു പാസ്വേഡ്, സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ആണെങ്കിൽ കേരള എന്ന് കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് വാലിഡേറ്റ് പറഞ്ഞാൽ, ഈ ക്യാപ്ച കൊടുത്ത് വാലിഡേറ്റ് പറഞ്ഞാൽ OTP മെയിലിലേക്കും അതുപോലെ തന്നെ മൊബൈലിലേക്കും വരും. അത് രണ്ടും വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്കൊരു യൂസർ ID ആൻഡ് പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുള്ളൂ. അങ്ങനെയാണ് ഈ യൂസർ ID പാസ്വേഡ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ സിറ്റിസൺ ലോഗിനായിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ സിറ്റിസൺ ലോഗിനായിട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ ആദ്യം രജിസ്ട്രേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് സിറ്റിസനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയലല്ല, നമുക്ക് ഓഫീസേഴ്സിൻ്റെ യൂസേഴ്സിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. എങ്കിലും ഓഫീസേഴ്സിനും ഇത് അറിഞ്ഞിരിക്കണം. കാരണം സിറ്റിസന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർ ബന്ധപ്പെടുന്നത് ഓഫീസേഴ്സിനെയാണ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സിറ്റിസൻ്റെ തന്നെ രജിസ്ട്രേഷൻ ഞാൻ കാണിച്ചു. ഇനി ഈ സിറ്റിസൺ ഇതിലേക്ക് എൻ്റർ ചെയ്ത് എങ്ങനെയാണ് സർവീസുകൾ അപ്ലൈ ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാം. അതിനായി ഇമെയിൽ ID എന്ന് കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ID നൽകണം. നമ്മൾ യൂസർ ID ആയിട്ട് കൊടുത്തത് ഒരു ഇമെയിൽ ID തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. പാസ്വേഡായി രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത പാസ്വേഡാണ് ഇവിടെ നൽകേണ്ടത്. ക്യാപ്ച കൂടി കൊടുക്കുന്നു. ഇതാണ് സിറ്റിസൻ്റെ ഇൻ്റർഫേസ്. അതായത് അവർക്ക് ലഭിക്കുന്ന വിൻഡോ ഇങ്ങനെയാണ്. അവരുടെ പേര് റൈറ്റ് ടോപ്പിൽ കാണാം. അതുപോലെ ഇടതുഭാഗത്തായിട്ട് ഫസ്റ്റ് മാനേജ് പ്രൊഫൈൽ എന്ന് കാണാം. മാനേജ് പ്രൊഫൈലിൽ വരുന്നത് വ്യൂ പ്രൊഫൈലുണ്ട്, അതുപോലെ എഡിറ്റ് പ്രൊഫൈലുണ്ട്. എഡിറ്റ് പ്രൊഫൈൽ എടുത്താൽ കാണാം അവരുടെ പേര്, അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റ് ഏതാണ്, അവരുടെ മൊബൈൽ നമ്പർ ഏതാണ്, ഇമെയിൽ ID എന്താണ്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ചേഞ്ച് പാസ്വേഡാണ്. നമുക്ക് ഇവിടെ പാസ്വേഡ് ഓൾഡ് പാസ്വേഡ് ന്യൂ പാസ്വേഡ് കൊടുത്തുകൊണ്ട് അതിനകത്ത് മിനിമം 8 ക്യാരക്ടേഴ്സാണ് അതിൽ കൊടുക്കാൻ സാധിക്കുന്നത്. സ്പെഷ്യൽ ക്യാരക്ടർ വേണം, ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, നമ്പർ വേണം. അതുപോലെ ഇനി അറിയേണ്ടത് എങ്ങനെയാണ് സർവീസ് അപ്ലൈ ചെയ്യുന്നത്. ഒരു സിറ്റിസൺ സർവീസ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്. സിറ്റിസൺ സർവീസ് അപ്ലൈ ചെയ്യാൻ ഉള്ള ഓപ്ഷനാണ് ഈ കാണുന്ന അപ്ലൈ ഫോർ സർവീസ്. അപ്ലൈ ഫോർ സർവീസസിൽ ക്ലിക്ക് ചെയ്താൽ താഴെ കാണാം
വ്യൂ ഓൾ അവൈലബിൾ സർവീസസ്. ഈ വ്യൂ ഓൾ അവൈലബിൾ സർവീസിൽ ക്ലിക്ക് ചെയ്താൽ ഈ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന 21 സർവീസുകളാണ് കൊടുക്കുന്നത്. അണ്ടർ പ്രോസസ്സിംഗ് ആയിട്ട് ഇനിയും സർവീസുകൾ നമ്മൾ കൊടുക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ 21 സർവീസുകൾ നമുക്കിവിടെ കാണാം. 21 സീരിയൽ നമ്പർ ലാസ്റ്റ് വരുന്നത് 21 ആണ്. അപ്പോൾ ഇതിനകത്ത് ഏത് സർവീസ് വേണമെങ്കിലും ഒരു സിറ്റിസനെ എടുത്തുകൊണ്ട് അപ്ലൈ ചെയ്യാം. ഒരു സർവീസിന് 1 or 2 പ്രാവശ്യം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതൊന്നും ഇതിനകത്ത് റെസ്ട്രിക്റ്റഡ് അല്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ FL6 1 ഡേ, അതാണ് ഏറ്റവും കൂടുതൽ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൊരു സർവീസാണ്. ഏറ്റവും കൂടുതൽ പേരുടെ അടുത്തേക്ക് യൂസേഴ്സിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമൊക്കെ ആയിട്ടുള്ളൊരു സർവീസാണ് FL6. അപ്പോൾ ഈ FL6 ആപ്ലിക്കേഷൻ്റെ നെയിം ഓഫ് ആപ്ലിക്കൻ്റ് കൊടുക്കുന്നു, അഡ്രസ്സുകൾ കാണുന്ന റെഡ് സ്റ്റാർ ഉള്ളതെല്ലാം മാൻഡേറ്ററി ആണ്. അതെല്ലാം കൊടുത്തുകൊണ്ട് ഞാൻ മുഴുവൻ എൻ്റർ ചെയ്യുന്നില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണ്. നെയിം ഓഫ് പ്രോഗ്രാം 1 ഡേ പ്രോഗ്രാം കൊടുക്കുന്നു, വെന്യൂ ഏതാണ്, ഡിസ്ട്രിക്ട് ഏതാണ്, താലൂക്ക് ഏതാണ്, പിൻകോഡ് ഏതാണ്, നമ്പർ ഓഫ് ഡേയ്സ് എത്ര ഡേയ്സ് ഉണ്ട്, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഐ എഗ്രി എന്ന് പറഞ്ഞ് ഇവിടെ വെരിഫിക്കേഷൻ കോഡെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്താൽ മറ്റ് അറ്റാച്ച്മെൻറ്റ്സ് ഇതിനകത്ത് ചോദിക്കും. ആവശ്യമുള്ള അറ്റാച്ച്മെൻറ്റ്സ്, നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ള അറ്റാച്ച്മെൻറ്റ്സ് കൂടെ ഇതിനകത്ത് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് എന്നുള്ളൊരു ബട്ടൺ ഇവിടെ കാണാം. ഇത് ഇടയ്ക്ക് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷനാണ് ഈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഒരുമിച്ച് തന്നെ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നീട് എടുക്കുന്ന വിധത്തിൽ ഡ്രാഫ്റ്റായിട്ടും സേവ് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രാഫ്റ്റായിട്ട് സേവ് ചെയ്തത് നമുക്ക് എടുക്കുന്നത് വ്യൂ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷന് താഴെ വരുന്ന വ്യൂ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഈ ഓപ്ഷൻ വെച്ചുകൊണ്ടാണ്. അതായത് കംപ്ലീറ്റ് ആവാത്ത ആപ്ലിക്കേഷൻസ് പോയി വീഴുന്നത് വ്യൂ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ഭാഗത്താണ്. നമുക്ക് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് വീണ്ടും ഓപ്പൺ ആവും. ഇത് മുമ്പ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് അത് ഇവിടെ ഓപ്പൺ ആയത്. മറ്റൊന്ന് പിന്നെ അറിയാനുള്ളത്, അപ്പോൾ അപ്ലൈ ഫോർ സർവീസസിൽ ഇത്ര വരുന്നുള്ളൂ. അപ്ലൈ ഫോർ സർവീസ് എടുക്കുന്നു, വ്യൂ ഓൾ അവൈലബിൾ സർവീസ് എടുക്കുന്നു, ഏത് സർവീസാണ് വേണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റേതായ കാര്യങ്ങളെല്ലാം അതിനകത്ത് ടൈപ്പ് ചെയ്യുന്നു, അതിനാവശ്യമുള്ള അറ്റാച്ച്മെൻറ്റ്സ് അറ്റാച്ച് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സർവീസും അനുസരിച്ച് അത് ഏത് യൂസറിലേക്കാണ്, ഏത് ഓഫീസറിൻ്റെ യൂസറിലേക്കാണ് പോകേണ്ടത് എങ്കിൽ അത് താഴെ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ആ ഓഫീസറിലേക്ക്, അത് മറ്റ് ഓരോ ഇതിനും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ FL6 ആണെങ്കിൽ അത് പോകുന്നത് താലൂക്ക് CIയുടെ യൂസറിലേക്കാണ്. അതല്ല റിന്യൂവൽ FL3 ആപ്ലിക്കേഷനാണ് എങ്കിൽ അത് പോകുന്നത് എക്സൈസ് ഡിവിഷൻ ഓഫീസിലെ സീറ്റിലേക്കാണ്. അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്, ഓരോ യൂസേഴ്സും മാറ്റങ്ങളുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ FL6 ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാം. ഇത് ആദ്യം പോകുന്നത് FL6 ആപ്ലിക്കേഷൻ ആദ്യം പോകുന്നത് താലൂക്ക് CIയുടെ യൂസറിലേക്കാണ്. അതിനുശേഷം പോകുന്നത് എക്സൈസ് ഡിവിഷൻ ഓഫീസിലെ സീറ്റ്, മാനേജർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറിൻ്റെ അവിടെ നിന്ന് നേരെ കമ്മീഷണറേറ്റിലേക്ക് പോകുന്നു. അവിടെ സീറ്റ്, അതുപോലെ തന്നെ സൂപ്രണ്ട്, അബ്കാരി DC, അങ്ങനെ അഡ്മിൻ, ദാറ്റ് ഈസ് എക്സൈസ് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ അഡ്മിൻ, അവിടെ നിന്ന് പ്രൊസീഡിങ്സ് കൊടുക്കുന്നു. ആ പ്രൊസീഡിങ്സ് വെച്ചുകൊണ്ട് വീണ്ടും സിറ്റിസന് പോകുന്നു. സിറ്റിസൺ പേയ്മെൻറ്റ് നടത്തുന്നു. പേയ്മെൻറ്റ് നടത്തി സിറ്റിസൺ വീണ്ടും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറിലേക്ക് കൊടുക്കുന്നു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നു. പെർമിറ്റ് അങ്ങനെ KSBCയിലെ CIയുടെ അവിടെ പോകുന്നു. KSBC CI ലിക്കർ കൊടുക്കുന്നു, ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ വീണ്ടും താലൂക്ക് CIയുടെ കയ്യിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് താലൂക്ക് CI, അവിടെ തന്നെ അത് എൻഡ് ചെയ്യുന്നു. അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് കൂടുതൽ യൂസേഴ്സ് കവർ ചെയ്യുന്ന ഒരു സർവീസാണ് FL6.
ഞാൻ പറഞ്ഞ 1 day പെർമിറ്റ്. അതുകൊണ്ടാണ് അത് ഞാൻ നേരത്തെ ഫസ്റ്റ് ടൈം തന്നെ അത് തന്നെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതൽ സമയം നമുക്ക് കളയാൻ പറ്റില്ല. നമ്മുടെ ആവശ്യം ഒരു ഓഫീസേഴ്സ് യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ എങ്ങനെ ഇത് യൂസ് ചെയ്യാം, അതാണ് ഇതിൻ്റെ ഏറ്റവും ആവശ്യം വരുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം ഇതിലേക്ക് ചിലവാക്കാതെ അതിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ വ്യൂ സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷനിൽ ഞാൻ പറഞ്ഞ ഇതെല്ലാം മനസ്സിലാക്കണം. വ്യൂ ഇൻകംപ്ലീറ്റ് അപ്ലിക്കേഷൻ, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് എടുക്കുന്നതിനും ട്രാക്ക് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷനാണ്. റീവാലിഡേറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, ആ പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, ആ പേയ്മെൻറ്റ് കറക്റ്റ് നടന്നിട്ടില്ല എങ്കിൽ ഈ റീവാലിഡേറ്റ് പേയ്മെൻറ്റ് ഓപ്ഷൻ എടുത്തുകൊണ്ട് അവിടെ ആ വരുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അത് റീവാലിഡേറ്റ് ആവും, വീണ്ടും പേയ്മെൻറ്റ് കറക്റ്റായിട്ട് നടക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ആണ് ഒരു സിറ്റിസനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ സിറ്റിസൺ യൂസറിൽ നിന്ന് പുറത്തു പോവുകയാണ്. ഇനി അറിയേണ്ടത് ഒരു ഓഫീസ് യൂസർ എങ്ങനെയാണ് ഓഫീസിന് യൂസർ ലഭിക്കുന്നത്. ഓഫീസിന് യൂസർ ലഭിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഓരോ കാറ്റഗറി ഓരോ ഭാഗത്ത്, അപ്പോൾ KSBC ആണെങ്കിൽ KSBCയിൽ അവിടേക്ക് ഒരു യൂസർ കൊടുത്തിട്ടുണ്ട്. എക്സൈസ് ഡിവിഷൻ ഓഫീസ് ആണെങ്കിൽ അവിടേക്ക് യൂസർ കൊടുത്തിട്ടുണ്ട്. സീറ്റിലേക്ക് മാനേജർക്ക്, സീറ്റുകളിലേക്ക് മാനേജർക്ക്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക്, JECക്ക് JECയുടെ സൂപ്രണ്ട് സീറ്റ്, അതുപോലെ കമ്മീഷണറേറ്റിലെ സീറ്റ്, സൂപ്രണ്ട്, അഡീഷണൽ എക്സൈസ് കമ്മീഷണർ, അബ്കാരി DC, അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് യൂസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ആവശ്യമുള്ളത് നമ്മുടെ ഓഫീസർ യൂസറിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന് മുമ്പായിട്ട് സിറ്റിസൺ ലോഗിൻ, സിറ്റിസൺ രജിസ്ട്രേഷൻ ഞാൻ പറഞ്ഞു. നമ്മുടെ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ ഉള്ള ഓപ്ഷനാണ് ഫോർഗെറ്റ് പാസ്വേഡ്. ഈ ഫോർഗെറ്റ് പാസ്വേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിലിലേക്ക് ഒരു ലിങ്ക് വരും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ പാസ്വേഡ് അവിടെ കൊടുക്കാനുള്ള ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടുന്നതാണ്. അവിടെ പുതിയ പാസ്വേഡ് 2 പ്രാവശ്യം കൺഫേം പാസ്വേഡ് കൂടെ കൊടുത്താൽ നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ആയി കിട്ടും. അതുപോലെ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻസ് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. മറ്റൊന്ന് യൂസർ മാനുവൽ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യൂസർ മാനുവൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഒരു മലയാളത്തിലുള്ളൊരു ഉപയോക്തൃ മാനുവൽ എന്ന് പറഞ്ഞ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ രജിസ്ട്രേഷൻസിൻ്റെ എല്ലാ കാര്യങ്ങളും, കംപ്ലീറ്റ് കാര്യങ്ങൾ കണ്ടോ, services.keralaccess.gov.in അത് മുതൽ ഓരോ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചും ഒരു സിറ്റിസന് എങ്ങനെ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഈ സൈറ്റിനകത്ത്, അതിൽ എങ്ങനെയാണ് സർവീസുകൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഈ കാണുന്ന യൂസർ മാനുവലിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപയോഗിച്ച് അവർക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് നമ്മുടെ ആവശ്യം ഇവിടെ ഓഫീസ് ലോഗിനാണ്. ഇവിടെ ഓഫീസ് ലോഗിൻ നമുക്ക് തന്നിരിക്കുന്ന ഓഫീസർക്ക് ലഭിച്ചിരിക്കുന്ന യൂസർ ID ഉപയോഗിച്ചുകൊണ്ടാണ് അതിൽ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓഫീസിലേക്ക് ഒരു ഓഫീസർ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്, ആ ഓഫീസറുടെ ഓഫീസിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഒരു യൂസർ ഉണ്ടാവും. ആ യൂസർ ഏതാണെന്ന് ചോദിച്ച് ആ യൂസറിൽ ലോഗിൻ ചെയ്ത് അതിനകത്ത് പ്രൊഫൈല് ആ ഓഫീസറുടെ പേരിലേക്ക് ആക്കി മാറ്റണം. അതായത് ആദ്യം ചെയ്യേണ്ടത് ഓഫീസർ ലോഗിൻ ഏതാണ് അത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഒഫീഷ്യൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. ആ ഓഫീസർ ലോഗിൻ ID ആൻഡ് പാസ്വേഡ് ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഒഫീഷ്യൽ ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ user ID, password and captcha.
ഈ കാണുന്നത് ഒരു ഒഫീഷ്യൽ ലോഗിനിൽ ഒരു ഓഫീസറുടെ യൂസറാണ്. ഈ ഇങ്ങനെയാണ് ആ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ മുകൾ ഭാഗത്തായിട്ട് റൈറ്റ് ടോപ്പ് കോർണറിൽ പേരുണ്ടായിരിക്കും, യൂസറുടെ പേര് അവിടെ വരുന്നതാണ്. അതുപോലെ തന്നെ മാനേജ് പ്രൊഫൈൽ, മെസ്സേജ് ബോക്സ്, DSC മാനേജ്മെൻറ്റ് റിപ്പോർട്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൽ ഡാഷ്ബോർഡിൽ ടോട്ടൽ അപ്ലിക്കേഷൻസ് എത്ര വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പെൻഡിങ് എത്രയുണ്ട്, പ്രോസസ്ഡ് ആപ്ലിക്കേഷൻ എത്രയുണ്ട്, റിജക്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻസ്, ഈ യൂസറിനെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു ഓഫീസർ ട്രാൻസ്ഫർ ആയിട്ടൊരു ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് ആ യൂസർ ID പാസ്വേഡ് വെച്ചുകൊണ്ട് എൻ്റർ ചെയ്ത്, യൂസർ ID പാസ്വേഡ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള യൂസർ ID പാസ്വേഡ് അതിൽ എൻ്റർ ചെയ്ത് മാനേജ് പ്രൊഫൈൽ എടുത്ത് അതിൽ മോഡിഫൈ പ്രൊഫൈൽ എടുക്കുകയാണ്. ഈ മോഡിഫൈ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക. മുന്നുള്ള ട്രാൻസ്ഫറായി പോയ ഓഫീസറുടെ പേരാണെങ്കിൽ അത് മാറ്റി നമ്മുടെ പേരാക്കുന്നു. അതുപോലെ ലാസ്റ്റ് നെയിം, അതുപോലെ അഡ്രസ് 1, ഇമെയിൽ ID, മൊബൈൽ നമ്പർ. ഈ കമ്പൽസറി ആയിട്ടുള്ളത് റെഡ് സ്റ്റാർ ഇവിടെ കാണാം, മാൻഡേറ്ററി ഫീൽഡ്സ് ആണ്. അതെല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം. ഇത്രയാണ് ആദ്യം ഒരു ഓഫീസർ ചെയ്യേണ്ടത്. ഒരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയാൽ ആ ഓഫീസിലെ ഔദ്യോഗികമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള, കമ്മീഷനിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള യൂസർ പാസ്വേഡോടുകൂടി എൻ്റർ ചെയ്ത് അതിനകത്ത് മോഡിഫൈ പ്രൊഫൈൽ എടുത്തുകൊണ്ട് നമ്മുടെ പേര്, മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID എല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്താലേ നമ്മുടെ പേര് റൈറ്റ് ടോപ്പിൽ നമ്മുടെ പേര് വരുന്നതാണ്. അത് വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ കാണാം. മറ്റൊന്ന് ചേഞ്ച് പാസ്വേഡ് വേണമെങ്കിൽ കൊടുക്കാം, പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ട്. ഇനി മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ യൂസറിൽ വന്നിരിക്കുന്ന മെസ്സേജുകൾ, ദാറ്റ് ഈസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ആപ്ലിക്കേഷൻസ് ആണ്. ഈ ആപ്ലിക്കേഷൻസ് വന്നിരിക്കുന്നത് കാണണമെങ്കിൽ മെസ്സേജ് ബോക്സ് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. മെസ്സേജ് ബോക്സിനകത്ത് നോക്കൂ, ഇൻബോക്സ്, സെൻഡ് ആപ്ലിക്കേഷൻ, റീവാലിഡേറ്റ് പേയ്മെൻറ്റ്, ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിൽ ഏറ്റവും ആവശ്യമുള്ളത് ഇൻബോക്സ് തന്നെയാണ്. അപ്പോൾ ഇൻബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് യൂസറിൽ നിന്ന് ഈ യൂസറിലേക്ക് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഏതെല്ലാമാണ് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ യൂസറിനകത്ത് ഒരു ആപ്ലിക്കേഷൻസും ഇല്ല എന്നാണ് മെസ്സേജ് കാണിക്കുന്നത്. അപ്പോൾ പ്ലീസ് സെലക്ട് സർവീസസ് എന്നാണ്, സർവീസ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ സർവീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കാണാം. വേർഷൻ അല്ലെങ്കിൽ സെലക്ട് ടാസ്ക്. ഈ പർട്ടിക്കുലർ യൂസറിനകത്ത് ഒരു സർവീസുകളും ഇപ്പോൾ ഇൻബോക്സിൽ വന്നിട്ടില്ല. സെൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ യൂസർ എത്ര ആപ്ലിക്കേഷൻസ്, എന്തെല്ലാം ആപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെലക്ട് സർവീസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു 3 മാസത്തെ ആയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു FL3 ആപ്ലിക്കേഷൻ റിന്യൂവലിൻ്റെ കാര്യമാണെങ്കിൽ അത് കൊടുത്തു. ടാസ്ക്, ഇപ്പോൾ ഇത് ഇനീഷ്യൽ വെരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു യൂസർ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഡിഫറെൻറ്റ് ടാസ്ക് ഇവിടെ കാണാം. ഫ്രം ഡേറ്റ്, ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് എന്നുള്ളത് നമ്മൾ കൊടുക്കണം. അതായത് സെൻഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് എന്നാണ് അതായത് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് ആണ് അവിടെ വരുന്നത്. ഫ്രം ടു എന്ന് പറയുന്നത് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമുക്കിവിടെ താഴെ വ്യൂ ചെയ്യുന്നതായിട്ട് കാണാം. നോക്കൂ, മാർച്ച് 1 മുതൽ ഞാൻ കൊടുക്കുകയാണ് മെയ് 31 വരെ, 2020 മെയ് 31 വരെ ഞാൻ കൊടുക്കുകയാണ്. 31 വരെ ഡെലിവേർഡ് ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും. ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടോ, ഫ്രം ഡേറ്റ് ആൻഡ് ടു ഡേറ്റ് കനോട്ട് ബി മോർ ദാൻ 3 months. അവിടെ കൊടുത്തത് 2019 ആയതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ 3 മാസം കൃത്യമാണെങ്കിൽ, ഇപ്പോൾ 2019 കൊടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. 3 മാസമാണെങ്കിൽ മാത്രമേ അത് എടുക്കുകയുള്ളൂ. ഇവിടെ 2020 മാർച്ച് 1 മുതൽ 31/5/2020 വരെ കൊടുത്താൽ അത് കറക്റ്റാണ്. ഈ
താഴെ കാണുന്നതെല്ലാം എന്താണ്, റിന്യൂ ചെയ്ത FL3 ആപ്ലിക്കേഷൻസ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആപ്ലിക്കേഷൻ ID അല്ലെങ്കിൽ നമ്പറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതാണ്. ഡീറ്റെയിൽസ് വരുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ റെഫറൻസ് നമ്പർ വരും, അപ്ലൈ ഡേറ്റ് വരും, ഡ്യൂ ഡേറ്റ് അവിടെ കാണിക്കുന്നുണ്ടാവും. ഇത്ര ഡേറ്റിലൊരു ഡ്യൂ ഡേറ്റ് അപ്ലൈ ചെയ്യും, ഡേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൊടുക്കുന്നതാണ്, സിസ്റ്റം കൊടുക്കുന്നതാണ്. ഇവിടെ ടാസ്ക് നെയിം, യൂസർ, റിസീവ് ഡേറ്റ്, പ്രോസസ് ഡേറ്റ്, ആക്ഷൻ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള ഈ കാണുന്നതിൻ്റെ ഏറ്റവും താഴെ നിന്ന് മുകളിലേക്കാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ സബ്മിഷൻ. കണ്ടോ, സിറ്റിസൺ എന്നാണ് സബ്മിറ്റ് ചെയ്തത്, അത് ഇപ്പോൾ 7/4/2020. ഇവിടുന്ന് മുകളിലേക്കാണ് പോകുന്നത്. അങ്ങനെ സിറ്റിസൺ സീറ്റിലേക്ക് കൊടുക്കുന്നു. ഇത് FL3യുടെ റിന്യൂവൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഒരു സിറ്റിസൺ ഡിവിഷൻ ഓഫീസിലെ സീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു ആപ്ലിക്കേഷൻ. അവിടെ നിന്ന് സീറ്റിൽ നിന്ന് മാനേജർക്ക്, മാനേജറിൽ നിന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പേയ്മെൻറ്റിനായിട്ട് കൊടുക്കുന്നു. അങ്ങനെ സിറ്റിസൺ പേയ്മെൻറ്റ് നടത്തുന്നു. പേയ്മെൻറ്റ് നടത്തിയാൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എന്ത് ചെയ്യുന്നു, അത് ഡെലിവേർഡ് ആക്കുന്നു. ഇത്രയും ഓപ്ഷൻസാണ് അതിനകത്ത് വരുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിഷൻ വരുന്നുണ്ട്. അതിൽ സിറ്റിസൻ്റെ നേരെ കംപ്ലീറ്റഡ് എന്ന് കാണാം. ഈ കംപ്ലീറ്റഡ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. നേരിട്ട് ഇതാണ് ആപ്ലിക്കൻ്റ് കൊടുത്ത അപേക്ഷ. അതുപോലെ ഇതിൽ നിന്ന് തന്നെ ഓരോ യൂസറും ഫോർവേഡ് ചെയ്യുമ്പോൾ അവിടെ കൊടുത്ത റിമാർക്സോ അല്ലെങ്കിൽ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതോ നമുക്ക് ഇവിടെ നിന്ന് ഈ ഫോർവേഡിൽ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നതാണ്. റിമാർക്സ് ഇതിനകത്ത് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഒരു ഡോക്യുമെൻ്റ് ഇവിടെ വ്യൂ എന്ന് വരും. ആ വ്യൂ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്റ് നമുക്കവിടെ വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡെലിവേർഡ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈസൻസ് നമുക്ക് അവിടെ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. റിന്യൂവൽ ലൈസൻസ് ആണെങ്കിൽ റിന്യൂവൽ ലൈസൻസ്, ഇതിപ്പോൾ എല്ലാം ഒരുപോലെ തന്നെയാണ്. ഒരു സർവീസ് ഏതുപോലെ ഈ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ മറ്റ് സർവീസുകളും ഇതേ രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് ഇൻ്റർഫേസ് വരുന്നത്. അതുകൊണ്ട് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാ സർവീസുകളും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കണ്ടോ, ഏറ്റവും താഴെ വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് കാണാം. ഈ വ്യൂ സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് റിന്യൂവൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇതിപ്പോൾ സെൻറ്റ് ആപ്ലിക്കേഷൻസിലെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി അറിയേണ്ടത് ഇൻബോക്സിനകത്ത് ഉള്ള ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ആ കാര്യം നമുക്ക് എന്തെങ്കിലും അറിഞ്ഞിരിക്കണം. അതിനായി ഈ യൂസറിനകത്ത് ആപ്ലിക്കേഷൻസ് ഒന്നും ഇൻബോക്സിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റൊരു യൂസർ ഓപ്പൺ ചെയ്യാണ്. ഇത് ലോഗ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പേരിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ലോഗ് ഔട്ട് ചെയ്യേണ്ടത്. ഞാൻ വീണ്ടും ലോഗിൻ ചെയ്യാണ്. മറ്റൊരു യൂസർ വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാണ്. നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് ബോക്സിനകത്ത് ഇൻബോക്സ് കണ്ടോ, ഇവിടെ പ്ലീസ് സെലക്ട് സർവീസിനകത്ത് കണ്ടോ ഇത്രയും സർവീസുകൾ ഇവിടെ ഇൻബോക്സിനകത്ത് കിടപ്പുണ്ട്. ഇപ്പോൾ ആയുഷിൻ്റെ SP7 ലൈസൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ്.
ഇതിലൊരെണ്ണം ഞാൻ എടുത്തു. ഫ്രം ഡേറ്റ് ടു ഡേറ്റ് അവിടെ തന്നെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഞാൻ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞു. ഇവിടെ റെസ്ട്രിക്ഷൻസൊന്നുമില്ല. 3 മാസത്തെ റെസ്ട്രിക്ഷൻ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. എത്ര വേണേൽ കൊടുക്കാം. 1 കൊല്ലം വേണമെങ്കിൽ 1 കൊല്ലം കൊടുക്കാം, എത്ര വേണേൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് കണ്ടോ, വന്നിട്ടുള്ള ആപ്ലിക്കേഷൻസാണ് ഈ യൂസറിൻ്റെ പർട്ടിക്കുലർ യൂസറിന് വന്നിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഈ രീതിയിലാണ് കാണിക്കുക. താഴെ സീരിയൽ നമ്പറോട് കൂടി ഇവിടെ നിന്ന് ആക്ഷൻ നോക്കൂ, പുൾ എന്നാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് യൂസറിൻ്റെ ഹൈറാർക്കി അനുസരിച്ച് ഇപ്പോൾ ഒരു ഡിവിഷൻ ഓഫീസാണെങ്കിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് താഴെയുള്ള യൂസേഴ്സിൻ്റെ മാനേജറുടെയോ അല്ലെങ്കിൽ സീറ്റിൻ്റെയോ ആപ്ലിക്കേഷൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അത് എല്ലാ സർവീസുകളിലും ഒരുപോലെയല്ല. ചില സർവീസുകളിൽ മാറ്റമുണ്ട്. ഇപ്പോൾ മാനേജറുടെ കയ്യിൽ നിന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് ഇപ്പോൾ FL3 ഒരു ആപ്ലിക്കേഷൻ വന്നാൽ അത് പിടിച്ച് വലിച്ചെടുത്ത് ചെയ്യാൻ സാധിക്കുക എന്നില്ല. അപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ മാനേജറുടെ യൂസറാണ് ഞാൻ എടുത്തത്. ഈ മാനേജർ യൂസറിൽ നിന്നുകൊണ്ട് സീറ്റിൻ്റെ വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനകത്തിപ്പോൾ മാനേജർ യൂസർക്ക് വന്നിട്ടുള്ള ആപ്ലിക്കേഷൻസ് തന്നെയാണ് ഈ കാണുന്നത്. ഈ ആപ്ലിക്കേഷൻസ് സീറ്റിൽ നിന്ന് മാനേജർക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസാണ്. ഇത് മാനേജർ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഏതാണെന്ന് അറിയണമെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യലാണ്. ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ, ആ ആപ്ലിക്കേഷൻ്റെ ആരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ വിവരങ്ങളും, ആപ്ലിക്കേഷൻ്റെ വിവരങ്ങളും അതിലെന്തൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, എല്ലാ വിവരങ്ങളും കിട്ടുന്നത് ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പേജിലാണ്. ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, ആപ്ലിക്കൻ്റെ നെയിം വരുന്നു, അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് ഏത് ടൈപ്പ് സർവീസുകളാണ് അവർ ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. അങ്ങനെ താഴെ കുറച്ച് കഴിഞ്ഞാൽ അതിൽ അറ്റാച്ച്മെൻറ്റ്സ് കണ്ടോ, അതായത് അനെക്സ്ചർ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. എൻക്ലോഷേഴ്സ്, അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അറ്റാച്ച്മെൻറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ID പ്രൂഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ ID പ്രൂഫ് ഓപ്പൺ ആവും. അങ്ങനെ ഓരോന്നും 1 2 3 4 അങ്ങനെയുള്ള ഓപ്ഷൻ വെച്ച് അനെക്സ്ചർ ലിസ്റ്റിലൂടെ കാണാം. ആവശ്യമുള്ളത് ക്ലിക്ക് ചെയ്യുന്നു, അത് ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കേണ്ടതാണ്. ഓരോ ഓഫീസേഴ്സും ഇത് നോക്കിയിട്ടാണ് ഇതിലെ അറ്റാച്ച്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അത് കറക്റ്റാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അഡീഷണൽ ഡീറ്റെയിൽസ്, അതായത് എവിടെ നിന്നാണ് ഇത് അയച്ചിരിക്കുന്നത്, അപ്ലൈ ടു ദ ഓഫീസ്, റെഫറൻസ് നമ്പർ ഏതാണ്, ഇത്ര കാര്യങ്ങളാണ് ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് എല്ലാം കോമൺ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ കണ്ടാലേ ഇതുപോലെ തന്നെയാണ് എല്ലാ ആപ്ലിക്കേഷൻസും. ആ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത അനുസരിച്ചുകൊണ്ടുള്ള ആ മാറ്റങ്ങൾ മാത്രമേ അതിനകത്ത് ഉണ്ടായിരിക്കുള്ളൂ. ഞാനിപ്പോൾ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാണ്. ഇനി ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ എല്ലാം പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട് എങ്കിൽ നമ്മൾ പുള്ളി ചെയ്തുകൊണ്ട് അത് ഒന്നുകിൽ തിരിച്ചു വിടാം, അല്ലെങ്കിൽ മുകളിലുള്ള ഓഫീസർക്ക് അയക്കാം. ഇത്ര കാര്യങ്ങളാണ് വരുന്നത്. ഒന്നുകിൽ തിരിച്ചു വിടാം, അല്ലെങ്കിൽ മുകളിലുള്ള ഓഫീസർക്ക് അയക്കാം. അത് പുള്ള് ചെയ്ത് എടുക്കണം ആദ്യം. ഈ ആപ്ലിക്കേഷൻ പുള്ള് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നോക്കൂ, ഞാൻ പുള്ളിൽ ക്ലിക്ക് ചെയ്യാണ്. ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് വരിക. മുകൾ ഭാഗത്ത് ഇങ്ങനെ സ്ക്രീൻ കാണാം. അതിൽ വ്യൂ പ്രോസസ്സിംഗ് ഹിസ്റ്ററി എന്ന് കാണാം. ഈ വ്യൂ പ്രോസസ്സിംഗ് ഹിസ്റ്ററിയിൽ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ആ ഹിസ്റ്ററി മുഴുവൻ ഇവിടെ കാണാം. ഫ്രം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഏതെല്ലാം യൂസറിലേക്ക് അത് പോയി, അങ്ങനെ ഏറ്റവും അവസാനം നിൽക്കുന്നത് നമ്മളായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്ത് അണ്ടർ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മളായിരിക്കും. അപ്പം അങ്ങനെ എല്ലാ ഓൺലൈൻ സർവീസുകളും, ഇതിനകത്ത് വരുന്ന 21 സർവീസുകളും ഇതുപോലെ തന്നെയാണ്. ഒരു ഓഫീസർ യൂസർ വ്യൂ പ്രോസസ്സിംഗ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ സർവീസ് എവിടെ നിന്ന് ആരംഭിച്ചു, നമ്മൾ ഇവിടെ വരെ എത്തുന്നത് ഏത് രീതിയിൽ, എവിടെയെല്ലാം പോയി, ഏതെല്ലാം ഡേറ്റിൽ പോയി, ഏതെല്ലാം സമയത്ത് എന്നുള്ള എല്ലാ കാര്യങ്ങളും വരും. ആ ഫോർവേഡിൽ ക്ലിക്ക് ചെയ്താലോ
അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന റിമാർക്സോ അതിനകത്ത് അഡീഷണൽ ഡോക്യുമെൻറ്റ്സോ നമുക്ക് വ്യൂ ചെയ്യാം. അങ്ങനെയാണ് വ്യൂ പ്രോസസ്സിംഗ് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അത് ചുരുങ്ങി വരുന്ന കണ്ടൻസ് ആവും. ദെൻ താഴെ നമുക്കൊരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫോർവേഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സെൻഡ് ചെയ്യുന്നത്, അടുത്ത യൂസറിനെ സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് ഇനി അറിയേണ്ടത്. അതിനായി ഇവിടെ താഴെ നോക്കൂ, ആക്ഷൻ ഡീറ്റെയിൽസ് എന്ന് കാണാം. ഇവിടെ ആക്ഷനിൽ ഫോർവേഡ് എന്ന് കാണാം. ഇവിടെ ഇപ്പോൾ ഫോർവേഡ് ചെയ്യേണ്ടത് ആർക്കൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും. ഓരോ സർവീസുകൾ, ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഫോർവേഡ് ചെയ്യപ്പെടേണ്ടത് ആർക്കൊക്കെയാണെന്നുള്ളത് മാറ്റം കാണും. അതനുസരിച്ച് അവരുടെ യൂസേഴ്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സീറ്റിലേക്ക് കൊടുക്കാം, ഡെപ്യൂട്ടി കമ്മീഷണർക്കോ എക്സൈസ് കമ്മീഷണർക്ക് കൊടുക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ട ആളെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ആണെങ്കിൽ അവിടെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷൻ്റെ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുന്നു. റിമാർക്സിൽ എന്താണ് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് ഇവിടെ കൊടുക്കേണ്ടത്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് ഇവിടെ പറയേണ്ടത് എന്താണ്, ആ റിമാർക്സ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ആപ്ലിക്കേഷൻ അപ്പോൾ വെരിഫൈഡ് ആൻഡ് മേ ബി സബ്മിറ്റഡ് ടു എക്സൈസ് കമ്മീഷണർ എന്നോ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വെരിഫൈഡ് എന്താണ് റിന്യൂ ചെയ്യാവുന്നതാണെന്നോ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇവിടെ റിമാർക്സ് ഇവിടെ കൊടുക്കേണ്ടതാണ്. ഡോക്യുമെൻറ്റ്സ് ഇഫ് എനി എന്ന് പറയുന്നത് ഇവിടെ ബ്രൗസ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഡോക്യുമെൻ്റ് ഇവിടെ അറ്റാച്ച് ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഡോക്യുമെൻ്റ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടില്ല എങ്കിൽ വേണമെങ്കിൽ അവർ ഇവിടെ നേരിട്ട് വന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ബ്രൗസ് ചെയ്ത് ഇവിടെ ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതിനുള്ളൊരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്. ഓരോ സർവീസിലും ഓരോ യൂസറിനും ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ബ്രൗസ് ചെയ്ത് അഡീഷണൽ ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നേരെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനാണ്. സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ പറഞ്ഞ യൂസറിനെ ഈ നിൽക്കുന്ന ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. പക്ഷേ ഇവിടെ അഡീഷണൽ ഡോക്യുമെൻ്റ് വല്ലതും അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ അവിടെ കാണുന്നതാണ്. ഇത് തന്നെയാണോ അഡീഷണൽ ഡോക്യുമെൻ്റ് എന്നുള്ള ഒരു വിൻഡോ കൂടി വരും. എന്നിട്ട് അവിടെ നിന്ന് അത് ചെക്ക് ചെയ്തുകൊണ്ട് വീണ്ടും സബ്മിറ്റ് കൊടുത്താൽ ആണ് അടുത്ത സ്റ്റെപ്പിലായിരിക്കും അത് സബ്മിറ്റ് ആവുന്നത്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത്രയാണ്. ഇപ്പോൾ ഇവിടെ ഒരു മാനേജർ യൂസറാണ് എടുത്തത് ഡിവിഷൻ ഓഫീസിലെ, അതുകൊണ്ട് ഇനി അടുത്തത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എന്ന യൂസർ കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ഇവിടെ നോക്കൂ, ഇവിടെ റീസെറ്റ് അല്ലെങ്കിൽ ക്യാൻസൽ, ബാക്ക് ടു ഇൻബോക്സ്, അങ്ങനെ മറ്റ് 3 ബട്ടൺസ് ഉണ്ട്. ബാക്കിൽ ഇൻബോക്സിലേക്ക് നേരിട്ട് പോകണമെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്ക് ടു ഇൻബോക്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇനി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ DC യൂസറിലേക്ക് എൻ്റർ ചെയ്താൽ എങ്ങനെയാണ് ഇൻ്റർഫേസ് എന്ന് നോക്കാം. ഒഫീഷ്യൽ ലോഗിൻ എടുത്തു, യൂസർ ID പാസ്വേഡ് കൊടുക്കുന്നു. ഓരോ യൂസറിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ കാണാം. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഇടതുഭാഗത്തായിട്ട് മെനുവിൽ കാണാം, കുറച്ച് മാറ്റങ്ങൾ കാണാം. അതിൻ്റേതായ ഇപ്പോൾ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ആണെങ്കിൽ അവർക്ക് DSC ഡിജിറ്റൽ സൈൻ ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റിനുള്ള ഓപ്ഷൻസ് വരുന്നത്. അത് രജിസ്റ്റർ ചെയ്യാനും അൺരജിസ്റ്റർ ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഇവിടെ കാണാം, അപ്രൂവ് ചെയ്യാനും. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ആദ്യം തന്നെ ഡിജിറ്റൽ സൈൻ ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഡിജിറ്റൽ സൈൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവ് ചെയ്യുന്നത് കമ്മീഷേറ്റിലാണ്. അവിടെ IT ഡിവിഷനോട് പറഞ്ഞാൽ അത് അപ്രൂവ് ചെയ്ത് തരും. അങ്ങനെ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിജിറ്റൽ സൈൻ ഇവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ കാണുന്ന ഡാഷ്ബോർഡിലുള്ള ആപ്ലിക്കേഷൻസിൻ്റെ കുറിച്ചാണ്. പർട്ടിക്കുലർ യൂസറിൽ വരുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ടോട്ടൽ ആപ്ലിക്കേഷൻസ്, പെൻഡിങ് ആപ്ലിക്കേഷൻസിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. മെസ്സേജ് ബോക്സ് എടുത്താൽ അതിൽ ഇൻബോക്സ്,
ഇത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നേരത്തെ കണ്ട അതേ യൂസർ പോലെ തന്നെയായിരിക്കും ഇതിലെ ഇൻബോക്സും വരുന്നത്. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എടുത്താൽ ഗെറ്റ് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ എത്ര എണ്ണം ഇതിനകത്തുണ്ട് എന്നുള്ളത് താഴെ വ്യൂ ചെയ്യും. ഇതിൽ നമ്പർ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അവിടെ പുള്ള് ചെയ്തെടുക്കലാണ് ആദ്യത്തെ ആക്ഷൻ. പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ അത് ടേക്ക് ആക്ഷനിൽ വന്ന് വീഴും. അപ്പോൾ ഇത് ഓൾറെഡി പുൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ടേക്ക് ആക്ഷൻ വന്നത്. ടേക്ക് ആക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ആപ്ലിക്കേഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷനാണ് ഇവിടെ വെരിഫൈ ദ ചലാൻ എന്നുള്ള ഓപ്ഷൻ വരുന്നത്. പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. വെരിഫൈ ചലാൻ പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇത് ചലാൻ ഡീഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഡീഫേസ് ചെയ്യുക പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് അത് എടുത്തിട്ടുണ്ട്, അത് മുഴുവനായിട്ടത് കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. ഡീഫേസ് എന്ന് പറഞ്ഞാൽ അതായത് ഇത് ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ എമൗണ്ട് എത്തിക്കുന്ന ഒരു മാർഗം. അപ്പോൾ ഡീഫേസ് ചലാൻ ഇത് ഓൾറെഡി ഡീഫേസ്ഡ് ആണ്. അതിനൊരു ബട്ടൺ ഇവിടെ കാണും. ഇത് ഡീഫേസ് ചെയ്തു കഴിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ കാണുന്ന മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഡിഫേസ് ഇല്ല എങ്കിൽ ഡിഫേസ് എന്നുള്ള ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിഫേസ് ചലാൻ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഓരോരുത്തർക്ക് ഇപ്പോൾ SP6 SP7 ഒക്കെ ആണെങ്കിൽ CA ആണ് ഡിഫേസ് ചെയ്യുന്നത്. മറ്റ് ചലാൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ FL3 റിന്യൂവൽ ആണെങ്കിൽ ഡിഫേസ് ചെയ്യുന്നത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. ബ്രാൻഡ് രജിസ്ട്രേഷൻ ആണെങ്കിലും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ് ഡിഫേസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ആപ്ലിക്കേഷൻസിനും അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്. ചലാൻ ഡിഫേസ് ചെയ്യുന്നതും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാതും നമുക്കിവിടെ ഓരോന്നിനെക്കുറിച്ച് പറയാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് എടുക്കുന്നില്ല. വ്യൂ പ്രോസസ്സിംഗ് ഹിസ്റ്ററി പറഞ്ഞാൽ അതെങ്ങനെയാണ് വന്നത്, ഏത് രീതിയിൽ ഇവിടെ എത്തി എന്നുള്ള കാര്യങ്ങളാണ് വ്യൂ പ്രോസസ്സിംഗ് ഹിസ്റ്ററിയിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അത് ചുരുങ്ങി വരും. താഴെ ഈ നിൽക്കുന്ന ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഫോർവേഡ് ഇപ്പോൾ KSBC CAക്ക് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഒരു FL6 ആപ്ലിക്കേഷനാണ്. അത് എൻ്റെ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളൊരു FL6 ആപ്ലിക്കേഷൻ. അത് ഡിഫേസ് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണിത്. ആക്ഷൻ ഫോർവേഡ് കൊടുത്തു, KSBC CAക്ക് കൊടുത്തു. റിമാർക്സ് എന്താണ്, അവിടെ ഇഷ്യൂ ലിക്കർ എന്നുള്ളതാണെങ്കിൽ അത് കൊടുക്കുന്നു. ദെൻ എത്ര ദിവസത്തെ പെർമിറ്റാണ്, വാലിഡിറ്റി, സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് കൊടുക്കുന്നു. ആ രീതിയിൽ റൂട്ട് കൊടുക്കുന്നു, ഏത് KSBC ആണെന്നുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. ഇതെല്ലാം കൊടുത്ത് താഴെ കാണാം ഏത് ഡേറ്റിലാണെന്നുള്ളതും. അങ്ങനെ സെലക്ട് വെരിഫിക്കേഷൻ അറ്റ് KSBC ഏത് യൂസറാണെന്നുള്ളത് ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ട് പെർമിറ്റ് 1 ആണെങ്കിൽ, ഒരു പെർമിറ്റ് ആണെങ്കിൽ ആ ചെക്ക് ബോക്സ് കൂടെ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ ആ KSBC CAക്ക് ഈ നിൽക്കുന്ന ആപ്ലിക്കേഷൻ അങ്ങോട്ട് പാസ് ചെയ്യും. പിന്നെ അവരുടെ ഇൻബോക്സ് എടുത്തു കഴിഞ്ഞാൽ, KSBC CAയുടെ ഇൻബോക്സ് എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ലഭിക്കും. അവർ അതനുസരിച്ച് ഇഷ്യൂ ചെയ്യുന്നു. അവിടെ നിന്ന് വീണ്ടും എന്താണ് എല്ലാം ഇഷ്യൂ ചെയ്ത് അത് താലൂക്ക് CAക്ക് ഫോർവേഡ് ചെയ്യുന്നു. അത്രയാണ് ഒരു FL6 ആപ്ലിക്കേഷനിൽ വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഓരോ ആപ്ലിക്കേഷനും ഓരോ ഓഫീസർ യൂസറും അതിനകത്ത് എൻ്റർ ചെയ്ത് ഓരോ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ നമ്പറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പുള്ള് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ ടേക്ക് ആക്ഷൻ ചെയ്തെടുക്കുന്നു. അതിനകത്തുള്ള വ്യൂ പ്രോസസ്സിംഗ് ഹിസ്റ്ററി എടുത്തുകൊണ്ട് അത് എങ്ങനെയെല്ലാം വന്നെന്ന് നോക്കുന്നു. ചലാൻ ഡിഫേസ് ചെയ്യണമെങ്കിൽ ഡിഫേസ് ചെയ്യുന്നു. വെരിഫൈ ചലാൻ നോക്കണമെങ്കിൽ അത് വെരിഫൈ ചലാൻ ചെയ്ത് നോക്കുന്നു. താഴെ ഡീറ്റെയിൽസുകൾ, സെലക്ട് ആക്ഷൻ എടുക്കുന്നു. എന്താണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഡെലിവേർഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് ചിലപ്പോൾ ഒരു റിന്യൂവൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ മറ്റേ ആപ്ലിക്കേഷനോ ഡെലിവർ ചെയ്യണമെങ്കിൽ ഇവിടെ ആക്ഷൻ എന്തായിരിക്കും, ഫോർവേഡ് അല്ല ഡെലിവേർഡ് എന്നായിരിക്കും. അതനുസരിച്ച് ആക്ഷൻസും ചേഞ്ച് വരും. ആ രീതിയിൽ ഇപ്പോൾ ഡെലിവേർ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇത് ലൈവായിട്ടാണ് കാണിക്കുന്നതുകൊണ്ട്, ഡെലിവർ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണിക്കാൻ സാധിക്കാത്തത്. അപ്പം അങ്ങനെ ഓരോ വിധത്തിലുള്ള ആക്ഷൻ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതനുസരിച്ച് റിമാർക്സ് കൊടുക്കുന്നു. അതിൽ
ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു, ദെൻ സബ്മിറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓഫീസർ യൂസറിൽ നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അതായത് റിപ്പോർട്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട്. ഈ റിപ്പോർട്ട്സ് വളരെ ആവശ്യം വരുന്ന ഒന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ റിന്യൂ ചെയ്തിട്ടുള്ള ഏതെല്ലാം സ്ഥാപനങ്ങളാണ്, അതിൻ്റെ ഡീറ്റെയിൽസുകൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ FL3 റിന്യൂ ചെയ്തത് ഏതെല്ലാം ബാറുകളാണ് റിന്യൂ ചെയ്തത് എന്നറിയണമെങ്കിൽ നമുക്ക് ഈ റിപ്പോർട്ട്സിൽ കസ്റ്റം റിപ്പോർട്ട് ലിസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ലഭിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കണം, മറ്റുള്ള സർക്കിൾ ഇൻസ്പെക്ടറുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഓഫീസേഴ്സിൻ്റെ യൂസേഴ്സിൽ ഇത് ലഭിക്കുന്നതല്ല. ഇത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ യൂസറിൽ ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ കസ്റ്റം റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന സെലക്ട് വ്യൂ കാണുമ്പോൾ കണ്ടോ, ഈ കാണുന്ന എല്ലാം റിപ്പോർട്ടുകളാണ്. ഇതിൽ എല്ലാം ചെയ്തു വരുന്നേ ഉള്ളൂ, എല്ലാം അവൈലബിൾ അല്ല ഇപ്പോൾ. പക്ഷേ FL3 റിന്യൂവൽ റിപ്പോർട്ട് എന്ന് കാണുന്ന ഇവിടെ നോക്കൂ, ഞാനിപ്പോൾ FL3യുടെ റിന്യൂവൽ റിപ്പോർട്ട് എടുക്കുകയാണ്. അതിവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഫ്രം ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ, ഇപ്പോൾ ജനുവരി 2019 മുതൽ, ജനുവരി 1, 2019 മുതൽ ഇപ്പോൾ ഡിസംബർ 2019 വരെ എത്ര FL3 റിന്യൂ ചെയ്തിട്ടുണ്ട് എന്നറിയണമെങ്കിൽ ഈ രീതിയിൽ കൊടുക്കാം. താഴെ ക്യാപ്ച കൂടി കൊടുത്താൽ ഗെറ്റ് റിപ്പോർട്ട്സ് കണ്ടോ, ആ ലിസ്റ്റ് ചെയ്ത് വരുന്നത് മുഴുവൻ ആ ഒരു വർഷം. ജനുവരി ഫിനാൻഷ്യൽ ഇയറിലാണ് ഞാൻ കൊടുത്തത് എങ്കിൽ ഇതിനകത്ത് വരുന്ന എല്ലാം എത്ര റിന്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാം. 76 എൻട്രീസ്, 76 ബാറുകൾ റിന്യൂ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഈ രീതിയിൽ നമുക്കതിനകത്ത് നിന്ന് കസ്റ്റം റിപ്പോർട്ട് ചെയ്ത് മറ്റ് അവൈലബിൾ ആയിട്ടുള്ള റിപ്പോർട്ടുകളും ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത് വേണമെങ്കിൽ എക്സ്പോർട്ട് ടു എക്സൽ അല്ലെങ്കിൽ എക്സ്പോർട്ട് ടു PDF അതിലേക്കും മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഒരു ഓഫീസർ യൂസറിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ആണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ലോഗൗട്ട് ചെയ്യാണ്. ഇതിലെ കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ മാനുവലിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എടുത്ത് നോക്കി അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം അതിന് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് എടുക്കേണ്ടത് കേരള എക്സൈസിൻ്റെ സൈറ്റിലോ അല്ലെങ്കിൽ നേരിട്ട് തന്നെ services.keralaexcise.go.in എന്നുള്ള URL വെച്ചുകൊണ്ടാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കേരള എക്സൈസിൻ്റെ സൈറ്റിനെ കുറിച്ച് ജസ്റ്റ് ഞാനൊന്ന് പറയണമെന്ന് ഉണ്ട്. അത് ആരും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ നമ്മുടെ ഓഫീസേഴ്സും ആ സൈറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അത് ആക്സസ് ചെയ്യാൻ സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഞാനിവിടെ സൈൻ ഔട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നെയിമിൽ ക്ലിക്ക് ചെയ്യുന്നു, ദെൻ ലോഗ് ഔട്ട് എന്നുള്ള ഓപ്ഷനാണ് സൈൻ ഔട്ട് ചെയ്യാനുള്ളത്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേരള എക്സൈസിൻ്റെ സൈറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ URL വരുന്നത് excise.kerala.gov.in നേരത്തെ പറഞ്ഞിരുന്നു. അത് URL ആയിട്ട് കൊടുത്താൽ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ സൈറ്റാണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു, സർവീസ് പ്ലസിലേക്ക് നമ്മൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്താണ് പോയത്. ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, നമ്മൾ എക്സൈസിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഇവിടുന്ന് ഈ സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. നമുക്കിവിടെ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം അപ്ഡേഷൻ ഉണ്ടെന്നറിയാം.
ഇവിടെ താഴേക്ക് നോക്കൂ, ഈ കാണുന്നതെല്ലാം ലിങ്കുകളാണ്. നമുക്ക് ആവശ്യമുള്ള സൈറ്റിലേക്കുള്ള ലിങ്കുകളാണ് ഈ മൂവ് ചെയ്യുന്നത്. അവിടെ ക്ലിക്ക് ചെയ്താൽ അതത് സൈറ്റിലേക്ക് അവിടെ നിന്ന് നേരിട്ട് ഓപ്പൺ ചെയ്യാൻ, ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ് ക്ലിക്ക് ചെയ്താൽ. ഓക്കെ. അതുപോലെ തന്നെ ഈ സർവീസുകൾ, നമ്മുടെ എക്സൈസിനെ സംബന്ധിച്ചുള്ള ഇ ഓഫീസ്, വിമുക്തി, ഈ റോള്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടോ ഇവിടെയാണ് വരുന്നത്. മെയിൻ സർവീസുകളാണ് ഈ സർവീസുകൾ. ഈ സർവീസ് തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ, ഇവിടെ ഒരു മെനു ഉണ്ട്. ഈ മെനു ഉപയോഗിച്ച് നമുക്ക് ഇതെല്ലാം അവൈലബിൾ എടുക്കാവുന്നതാണ്. മറ്റൊന്ന്, ഏറ്റവും ആവശ്യമുള്ള 1-2 മെനൂസാണ് ഈ കാണുന്നത്. ഇൻഫോർമേഷൻ. ഇപ്പോൾ ജനറൽ ഇൻഫോർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ജനറലായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടോ, ടോഡി എത്രയാണ്, പൊസിഷൻ ലിമിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ബിയർ, വൈൻ, ഇതിൻ്റെ പൊസിഷൻ ലിമിറ്റ് എത്രയാണ്, ഇതൊക്കെ എക്സൈസിനെ സംബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ക്ലോസിംഗ് ഡേയ്സ് ഏതൊക്കെയാണ്. മറ്റൊന്ന് RTI ഉണ്ട്. അതുപോലെ തന്നെ അബ്കാരി പോളിസി, ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് അബ്കാരി പോളിസി. ഏത് വർഷത്തെ അബ്കാരി പോളിസിയാണ് ആവശ്യമെങ്കിൽ നമുക്ക് ആ വർഷം ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ വർഷത്തെ അബ്കാരി പോളിസി നമുക്ക് PDF ആയിട്ട് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഉണ്ടോ, ഇത് ഏത് വർഷം വേണമെങ്കിലും നമുക്കവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിലുള്ള വർഷത്തെ അബ്കാരി പോളിസി നമുക്ക് ലഭിക്കും. മറ്റൊന്ന് എംപ്ലോയി കോർണർ. ഒരു എംപ്ലോയിക്ക് ആവശ്യമുള്ള, ഇപ്പോൾ അബ്കാരി ബയർ ആക്ടിനെ കുറിച്ച് അറിയണോ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ കണ്ടോ, ഇപ്പോൾ ഷോർട്ട് ടൈറ്റിൽസ് വേണോ, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇവിടെ ലിങ്ക് നേരിട്ട് ഷോർട്ട് ടൈറ്റിൽസ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ആ ഭാഗം മാത്രമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ 59 പേജ് ഉണ്ട് ഷോർട്ട് ടൈറ്റിൽ മാത്രമായിട്ട്. അതുപോലെ തന്നെ NDPS ബെയർ ആക്ട്, കോട്ട്പ ബെയർ ആക്ട്, അങ്ങനെ ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നോക്കൂ, സെക്ഷൻ ഓഫ് ലോ, പൊസഷൻ 13 ആണ്. അതിന് കോമ്പൗണ്ടിങ് എത്രയാണ്, 5,000 rupees. ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എക്സൈസിനെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ. പവർ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വേരിയസ് ഓഫീസേഴ്സ് അണ്ടർ ദി അബ്കാരി ആക്ട് 1 of 2007. കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഓരോന്നും ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൂടെ ഇതിനകത്ത് പറയുകയാണ്. ഇൻഫോർമേഷനിൽ ലൈസൻസ് ഫീസിനെ കുറിച്ച്, അല്ലെങ്കിൽ പാൻ ഫണ്ടിനെ കുറിച്ച്, ഡൗൺലോഡിലുണ്ടോ, എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പോഴത്തെ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. ഇപ്പോൾ ഓഫീസേഴ്സിൻ്റെ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻസൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്താൽ അവൈലബിൾ ആണ്. കണ്ടോ, ഡൗൺലോഡ്സ്. അതുപോലെ ഇപ്പോഴത്തെ സർക്കുലേഴ്സ് ആൻഡ് ഓർഡേഴ്സ്, നമുക്ക് ആവശ്യമുള്ള ഓരോ സർക്കുലറും അതുപോലെ ഓർഡേഴ്സും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിൻ്റെ ഫോംസ്. അപ്പോൾ ഈ സൈറ്റ് കൂടെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ തന്നെയാണ് കൊണ്ടുവരേണ്ടത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമസ്കാരം.